ഹലോ ഡിയേഴ്സ്, ഇന്നിവിടെ സ്ലീവ് പെർഫെക്റ്റായിട്ട് എങ്ങനെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാം എന്നുള്ള എൻ്റെ വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഞാനിവിടെ സ്ലീവിനുള്ള തുണി 4 മടക്കിയിട്ടിട്ടുണ്ട്. സ്ലീവിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് 10 ഇഞ്ചാണ്. അപ്പോൾ തുടക്കത്തിൽ മടക്കി തുന്നാനുള്ള 3/4 ഇഞ്ചും ഷോൾഡറിൻ്റെ അവിടെ 1/2 ഇഞ്ചും കൂട്ടി 11.25 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്യാം. അപ്പുറത്തെ സൈഡും 11.25 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഒരു ലൈനാക്കി വരച്ച് എടുക്കണം. സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും കൂടുതൽ പേർക്കും സംശയമുണ്ട്, അതിൽ എങ്ങനെ കുഴിച്ച് വെട്ടുന്നത്, എങ്ങനെയാണ് അതിൻ്റെ അളവ് എടുക്കുന്നതെന്ന്. ബോഡി ലൂസിൻ്റെ 10/1 കുഴിച്ച് വെട്ടാനായിട്ട് മാർക്ക് ചെയ്യുന്നത്. 32 ഇഞ്ചിൻ്റെ ബോഡി ലൂസുള്ള ഒരാൾക്കുള്ള സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. അതിനുവേണ്ടി 3.2 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്യുന്നു. ഇത് ചേർത്ത് ഒന്ന് ലൈനായിട്ട് വരയ്ക്കണം. ഇതിലാണ് കൈ ലൂസ് മാർക്ക് ചെയ്യുന്നത്. ഇവിടെ 6.5 ഇഞ്ചാണ് ബോഡി പാർട്ടിൽ കൈക്കുഴി മാർക്ക് ചെയ്തേക്കണേ. 6.5 ഇഞ്ച് പ്ലസ് ഒരു 1/2 ഇഞ്ച് ചേർത്ത് 7 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കണം. 1.5 ഇഞ്ച് തയ്യൽ തുമ്പാണ് ഇവിടെ ഇടുന്നത്. 1.5 ഇഞ്ചിൻ്റെ മാർക്കിങ് കൊടുത്തു. ഇനി 7 ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്ന് നമ്മൾ ആദ്യം വരച്ച ലൈനിലെ ഈ അറ്റത്തേക്ക് ഒരു ചരിച്ചൊന്ന് വരച്ചു കൊടുക്കണം. ഇതിലാണ് നമ്മൾ കുഴിച്ചു വിടുന്നതിൻ്റെ മാർക്കിങ് കൊടുക്കുന്നത്. ഇത് എത്രയാണെന്ന് നോക്കിയിട്ട് അളവ് നോക്കി അതിൻ്റെ പകുതി ആയിട്ട് നമ്മളൊന്ന് പോയിന്റിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ 7-8 ഇഞ്ച് തികയില്ല. അപ്പോൾ അതിൻ്റെ നേർപകുതി ആ ലൈനിൽ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ അറ്റത്തുനിന്ന് ഇവിടേക്കുള്ള ഭാഗത്തിൻ്റെ അതിൻ്റെ നേർപകുതി വീണ്ടും മാർക്ക് ചെയ്യണം. 2 ഇഞ്ചിൻ്റെ തൊട്ട് താഴെയുള്ള 1.25 ഒരു പോയിൻറ്റും നമുക്ക് കിട്ടും. അതിലും ഒന്ന് മാർക്ക് ചെയ്ത് കിടക്കണം. ഇനി ഈ പോയിന്റിൽ നിന്ന് 1.5 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഈ 1.5 ഇഞ്ച് നമുക്ക് നേരെ തന്നെ അടിക്കേണ്ടതാണ്. അവിടെ ഒരു കുഴി ചരിച്ച് വെട്ടാൻ പാടില്ല. ഈ മിഡിൽ പോയിന്റ് മാർക്ക് ചെയ്തതിൽ 1/2 ഇഞ്ച് പുറത്തേക്ക് മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ പോയിന്റിൽ നിന്ന് 1/4 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്യണം. 1/4 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് നമുക്ക് ബാക്ക് ഭാഗത്ത് കൈക്കുഴി കുഴിച്ച് വെട്ടാം. അതിന് വേണ്ടിയിട്ട് ഈ 1.25 ഇഞ്ച് പോയിന്റിൽ നേരെ വരച്ചതിന് ശേഷം നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് അത് ടച്ച് ചെയ്ത് ഈ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിന്റിലേക്ക് എത്തണം. അതാണ് ബാക്ക് വശത്തുള്ള കൈക്കുഴി. ഇനി ഫ്രണ്ട് ഭാഗത്തേക്ക് നമുക്കൊന്നും കൂടി കുഴിച്ച് വെട്ടണം. അതിപ്പോൾ കാണിക്കാം. മുൻപ് നമ്മുടെ ഓപ്പണിംഗ് ലൂസ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 5 ഇഞ്ച് മാർക്ക് ചെയ്ത് അതൊന്ന് 7 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ഒന്ന് ചരിച്ച് വരയ്ക്കണം. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ചേർത്ത് വരച്ചതും ഒന്ന് ചരിച്ച് വരച്ച് കൊടുക്കുക. നമുക്ക് ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് വിടുന്നത് കാണിക്കാം. നമ്മൾ ഈ പോയിന്റിൽ നിന്ന് ആ 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് ടച്ച് ചെയ്ത് മിഡിൽ പോയിന്റിൽ ടച്ച് ചെയ്ത് ഈ മുകളിൽ 1.5 ഇഞ്ചിലേക്ക് ഈ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിലേക്ക് വരണം. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തെ കൈക്കുഴി കുഴിച്ച് വെട്ടുന്നത്. ആദ്യം വെട്ടുമ്പോൾ പുറത്തുകൂടെ വരച്ച ആ വരയിൽ കൂടെ വേണം നമുക്ക് വെട്ടിയെടുക്കാൻ. എന്നിട്ട് നിർത്തിയിട്ടതിന് ശേഷം വേണം ഫ്രണ്ട് ഭാഗത്ത് കൈക്കുഴി കുഴിച്ച് വെട്ടാൻ. ഇത് കട്ട് ചെയ്തെടുക്കാം. ഈ നടുവ് ഒന്ന് മാർക്ക് ചെയ്യാം. ശേഷം ഇത് നിർത്തിയിടാം.
എടുത്തിട്ടതിന് ശേഷം മാത്രമേ ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് വെട്ടാൻ പാടുള്ളൂ. ഒന്ന് കുഴിച്ച് വെട്ടാം. അവിടെ ഒരു പോയിൻ്റ് വരാതെ ചെറിയ രീതിയിലൊന്ന് ചരിച്ച് വെട്ടിയിട്ട് വേണം ഇങ്ങനെ കുഴിച്ച് വെട്ടാനായിട്ട്. ഇങ്ങനെ വെട്ടിയിട്ടുണ്ടെങ്കിൽ കറക്റ്റായിരിക്കും. നമ്മുടെ ഫ്രണ്ട് ഭാഗം തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു കട്ടിങ് കൊടുത്ത് മാർക്ക് ചെയ്തു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.